അതെ, ഈ ചായപ്പൊടിയും ശർക്കരയൊന്നും ചുമ്മാതെ കിട്ടില്ല. അതൊക്കെ കാശ് കൊടുത്താൽ മാത്രമേ കിട്ടുള്ളൂ. നിന്റെ നിന്റെ വീട്ടിൽ നിന്നാണോ ഇതൊക്കെ കൊണ്ടുവരുന്നത്? എൻ്റെ വീട്ടിൽ നിന്നൊന്നുമല്ല. എൻ്റെ ഭർത്താവ് കഷ്ടപ്പെടുന്ന പൈസയ്ക്കാണ് ഇതൊക്കെ മേടിച്ച് വെക്കുന്നത്. ഇതാരായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ആരോടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? എന്തിനായിരിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക എന്നൊക്കെ അറിയാനായിട്ട് നിങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ ആകാംക്ഷയോടുകൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ ഇതൊക്കെ പറയാനായിട്ട് റെഡി ആയിട്ട് വന്നിരിക്കുകയാണ്. ഇത് 13-ാം തീയതിയിലെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ്. ഈ 13-ാം തീയതി 14-ാം തീയതിയിലേക്ക് എപ്പിസോഡുകൾ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം മഴയും ഇടിയും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കറണ്ടൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് വീഡിയോ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 13-ാം തീയതി എപ്പിസോഡിൻ്റെ റിവ്യൂ കാണാത്തവർക്കായിട്ടാണ് ഇന്നിപ്പോൾ ഇത് ഇടുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ചെമ്പനീർ പൂവിൻ്റെ എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. ലൈക്ക് ഇപ്പോഴേ ഇട്ടോളുക. അങ്ങനെ നമുക്ക് നേരെ റിവ്യൂവിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ രേവതിയോട് യോഗ ചെയ്യാനായിട്ട് നമ്മുടെ ചന്ദ്രമതിയും അതുപോലെ തന്നെ നമ്മുടെ ശ്രുതിയും കൂടി തലേ ദിവസം ഡാൻസ് കളിച്ചിരുന്നു. പിറ്റേ ദിവസം ആ ഡാൻസ് കളിച്ച് നമ്മുടെ ചന്ദ്രമതിയുടെ ദേഹത്തിൻ്റെ വേദനയൊക്കെ മാറാനായിട്ട് ശ്രുതി നമ്മുടെ ചന്ദ്രമതിയും കൂട്ടിയിട്ട് യോഗ ചെയ്യാനായിട്ട് ടെറസിലേക്ക് പോയിരിക്കുകയാണ്. പോകുന്നതിൻ്റെ തൊട്ട് മുന്നിൽ നമ്മുടെ ചന്ദ്രമതി രേവതിയോടായിട്ട് ഒരു കോഫി ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ടെറസിൽ യോഗ ചെയ്യാനൊക്കെ ആയിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തുകയാണ്. അങ്ങനെ ശ്വസനക്രിയയാണ് അവർ ചെയ്യാനൊക്കെ ആയിട്ട് പോവുകയാണ്. അപ്പോൾ ആ സമയത്തിനാണ് നമ്മുടെ രേവതി കോഫിയും കൊണ്ട് വരുന്നത്. വന്ന പാടെ രേവതി അമ്മേ ഇതാ കോഫി എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ചന്ദ്രമതി കോഫി വാങ്ങിച്ച് വായിൽ വെക്കവേ തന്നെ തുപ്പി എറിയുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, എന്താടി ഇതാണോ കോഫി എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ രേവതി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ചോദിക്കുകയാണ്, ഇതിന് കോഫി എന്നാണോ ഓടി പറയുന്നത്? ഇതെന്താടി കഷായമാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ രേവതി പറയണ, അമ്മയ്ക്ക് ശരീര നൊമ്പലമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ടല്ലേ അമ്മ യോഗ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ കോഫിയിൽ കുറച്ച് ചുക്കും അതുപോലെ പച്ചമല്ലിയൊക്കെ ചേർത്താണ് ഉണ്ടാക്കിയത്. അത് ശരീരത്തിന് നല്ലതാണ് അമ്മയുടെ വേദനയൊക്കെ പെട്ടെന്ന് പോവും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ചന്ദ്രമതി പറയാണ്, ഞാൻ നിന്നോട് കോഫിയല്ലേ ആവശ്യപ്പെട്ടത്, അല്ലാതെ കഷായമൊന്നും വേണമെന്നൊന്നും പറഞ്ഞില്ലല്ലോ. എനിക്ക് ശരീര നൊമ്പലമാണെങ്കിൽ നിനക്കെന്താടി എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ രേവതി പറയണ, അമ്മേ അത് നല്ലതാണമ്മേ. നിൻ്റെ ഒരു നല്ലത് എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി ആ കപ്പും സോസറോടുകൂടി വലിച്ചെറിയാണ് നമ്മുടെ രേവതി കൊണ്ടുവന്ന കോഫി. അത് നിലത്ത് വീണ് പാളീസായി പോവുകയാണ്. ഇത് കാണുമ്പോൾ രേവതിക്ക് ഒത്തിരി ദേഷ്യം വരികയാണ്. അങ്ങനെ രേവതി ചന്ദ്രമതിയോട് ചോദിക്കുകയാണ്, അമ്മേ ചായപ്പൊടിയും ശർക്കരയൊന്നും ചുമ്മാതെ കിട്ടില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ നമ്മുടെ ചന്ദ്രമതി ചോദിക്കുകയാണ്, ഇതൊക്കെ നിന്റെ വീട്ടിൽ നിന്നോ നീയോ കൊണ്ടുവന്നതല്ലല്ലോ. അപ്പോൾ രേവതി പറയണ, അമ്മേ ഇതെൻ്റെ ഭർത്താവ് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയ്ക്ക് മേടിച്ച് വെക്കുന്നതാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചന്ദ്രമതിയുടെ ഉത്തരം മുട്ടിപ്പോവുകയാണ്. ചന്ദ്രമതിക്ക് എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ ആകെ നിൽക്കുകയാണ്. കാരണം ചന്ദ്രമതിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റില്ലല്ലോ, എൻ്റെ മകൻ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന പൈസയിൽ ഉണ്ടാക്കിയ സാധനമാണെന്ന് പറയാൻ പറ്റില്ല. കാരണം സച്ചി എൻ്റെ മകനല്ല എന്നാണല്ലോ ചന്ദ്രമതി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതേ സമയത്താണെങ്കിൽ നമ്മുടെ ശ്രുതിക്ക് ശരിക്കും അതൊരു വിഷമം പോലെ തോന്നുകയാണ്. പക്ഷേ ശ്രുതി ഇങ്ങനെ ഒന്നും മിണ്ടാണ്ട് ഇങ്ങനെ പ്രതികരിക്കാതെ നിൽക്കുകയാണ്. അപ്പോൾ ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വരികയാണ്. അവിടുത്തെ ആ ശബ്ദങ്ങളൊക്കെ കേട്ടിട്ട് അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ ആ സമയത്തിന് എന്നെ രേവതി നിലത്ത് കിടക്കുന്ന ഉടഞ്ഞ കപ്പിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ പറക്കി കൂട്ടിയെടുക്കുകയാണ്. അപ്പോൾ ശ്രീകാന്ത് ചോദിക്കണേ, എന്താ ഇവിടെ ഒരു പ്രശ്നം കേട്ടത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ കാണുമ്പോൾ തന്നെ ശ്രീകാന്തിന് സംഭവം മനസ്സിലാക്കുകയാണ്. കാരണം രേവതി ഈ ഉടഞ്ഞ കപ്പിൻ്റെ കുപ്പികളൊക്കെ പറക്കിയെടുക്കുന്ന കാണുമ്പോൾ. അപ്പോൾ ഉടനെ ശ്രീകാന്ത് അമ്മയുടെ നേർക്ക് തട്ടിക്കയറുകയാണ്. ശ്രീകാന്ത് ചോദിക്കണം, അമ്മേ എന്ത് പണിയാണ് അമ്മയെ കാണിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രമതി പറയണേ, അതെൻ്റെ കയ്യിൽ നിന്ന് പോയി എന്നിങ്ങനെ പറയുമ്പോൾ, ആര് പറഞ്ഞു കയ്യിൽ നിന്ന് പോയതാണെന്ന്? അമ്മ ഇത് എറിഞ്ഞുടച്ചത് തന്നെയാണ്. എനിക്കറിയില്ലേ അമ്മയെ, എന്തിനാ അമ്മ ഏട്ടത്തിയോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? കഷ്ടം തന്നെ അമ്മയുടെ കാര്യം. അമ്മയ്ക്ക് ഇത്രയും പ്രായമായല്ലോ, എന്നിട്ട് അതിൻ്റെതായിട്ടുള്ള ഒരു പക്വത അമ്മയ്ക്ക് കാണിച്ചുകൂടെ എന്നിങ്ങനെ ചോദിച്ചിട്ട് ശ്രുതിയോട് ചോദിക്കണേ, ഏട്ടത്തിക്കെങ്കിലും ഈ അമ്മയൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തൂടെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശ്രുതി പറയണേ, അത് ശ്രീകാന്ത് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്ക് ഉടനെ തന്നെ ചന്ദ്രമതി പറയണേ, അതെ ഞാൻ തന്നെയാണ് എറിഞ്ഞുടച്ചത്. എനിക്ക് ഇവള് കൊണ്ടുവന്ന കോഫി തീരെ ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് തന്നെയാണ് ഞാനിത് ചെയ്തത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ശ്രീകാന്ത് പറയണ, അമ്മയ്ക്ക് ഏട്ടത്തി കൊണ്ടുവന്ന കോഫി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിങ്ങനെ നശിപ്പിച്ച് കളയല്ല ചെയ്യേണ്ടത്, അത് തിരികെ കൊടുക്കണമായിരുന്നു. അല്ലാതെ ഇങ്ങനെയാണോ അമ്മ ചെയ്യുന്നത്? ഇത് അമ്മയ്ക്ക് കോഫി ഇഷ്ടപ്പെടാഞ്ഞിട്ടൊന്നും അല്ല, അമ്മ മനഃപൂർവ്വം ഏട്ടത്തെ കഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് ഓരോന്ന് കാണിച്ചു കൂട്ടുന്നതാണ്. കഷ്ടം തന്നെ അമ്മയുടെ കാര്യം. ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് രേവതി പറയണേ, നീ ഇനി സംസാരിക്കാൻ നിൽക്കേണ്ട, നീ വാ ശ്രീകാന്ത് എന്ന് പറഞ്ഞിട്ട് രേവതി ശ്രീകാന്തിനെയും വിളിച്ചിട്ട് ഉടഞ്ഞ കുപ്പിയോടുകളും കൂടി കൊണ്ട് താഴേക്ക് പോവുകയാണ്.
അപ്പോൾ നമ്മുടെ ശ്രുതി ചോദിക്കുകയാണ്, ആൻറ്റി എന്താ ആൻറ്റി ഇതൊക്കെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ ചന്ദ്രമതി പറയണേ, മോളെ ശ്രുതി ഇതൊക്കെ വേണം, ഇതുപോലെ ചിലതൊക്കെ കൂടെ കൂടെ ഇവക്ക് കൊടുത്തുകൊണ്ടേയിരിക്കണം, എന്നാൽ മാത്രമേ ഇവളെ നമുക്ക് നമ്മുടെ വരുതിയിൽ കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ എന്നിങ്ങനെ പറയുകയാണ്. നമ്മുടെ ശ്രുതി യോഗയൊക്കെ നിർത്തിയിട്ട് അകത്തേക്ക് കയറി പോവുകയാണ്. അതേ സമയത്ത് നമ്മുടെ രേവതിയും ശ്രീകാന്തും കൂടെ താഴേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോൾ ശ്രീകാന്ത് ചോദിക്കണേ, എന്താ ഏട്ടത്തിയുടെ കാര്യം കുറച്ച് കഷ്ടമാണോ കേട്ടോ? ഏട്ടത്തിക്ക് എന്താ അമ്മ എന്തെങ്കിലും പറയുമ്പോൾ തിരിച്ച് നല്ല മറുപടി കൊടുക്കാത്തത്? ഒന്ന് പറയുമ്പോൾ 10 തിരിച്ചു കൊടുത്തൂടെ? ഏട്ടത്തി അമ്മ എന്ത് പറഞ്ഞാലും ഒന്നും മിണ്ടാണ്ട് ഇങ്ങനെ കേട്ടോണ്ട് നിൽക്കുന്നത് കൊണ്ടാണ് അമ്മ ഇതുപോലെ ഓരോന്ന് കാണിച്ചു കൂട്ടാൻ ധൈര്യം കാണിക്കുന്നത്. വായടച്ച് നല്ല മറുപടി കൊടുക്കുകയാണെങ്കിൽ പിന്നെ അമ്മ നിലത്ത് നിന്നോളും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ രേവതി പറയാണ്, ശ്രീകാന്ത് എന്നെ ഈ വീട്ടിൽ വിവാഹം കഴിച്ചുകൊണ്ട് വന്നത് ഇവിടെ ആർക്കും അത്ര ഇഷ്ടമല്ല, പിന്നീട് ഇഷ്ടമുള്ളത് അച്ഛന് മാത്രമല്ലേ, പിന്നെ നിനക്കും. പിന്നെ ഞാൻ എന്തെങ്കിലും അമ്മയോട് പറയാമെന്ന് വെച്ചാൽ എനിക്ക് ഈ വീട്ടിൽ ആരുടെയും സപ്പോർട്ടില്ല, പ്രത്യേകിച്ച് എൻ്റെ ഭർത്താവിൻ്റെത്. അങ്ങേർക്ക് പോലും ഞാൻ ഈ വീട്ടിൽ താമസിക്കുന്നത് കൂടി ഇഷ്ടമല്ല. അങ്ങനെയുള്ളപ്പോൾ ഞാൻ ഇവിടെ ആരോടെങ്കിലും എന്തെങ്കിലും പറയാൻ പറ്റുമോ? പിന്നെ അതുകൊണ്ട് തന്നെയാണ് എന്നെ കൂടുതലും അമ്മ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയണം, ഒക്കെ ശരിയാവും ഏട്ടത്തി എന്നിങ്ങനെ പറയുമ്പോൾ രേവതി പറയണേ, ഇല്ല ശ്രീകാന്ത്, എനിക്ക് നേരത്തെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ എനിക്കറിയാം ഒന്നും ശരിയാവില്ല, കാരണം എല്ലാം തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കുകയല്ലേ എന്നിങ്ങനെ പറഞ്ഞിട്ട് രേവതി അകത്തേക്ക് കയറി പോവുകയാണ് അടുക്കളയിലേക്ക്. അപ്പോൾ നമ്മുടെ ശ്രീകാന്ത് ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് ശ്രീകാന്ത് വിചാരിക്കുകയാണ്, എന്താ ഈ അമ്മയുടെ കാര്യം, അമ്മയാണല്ലോ ഇവിടെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ശ്രീകാന്ത് നിൽക്കുകയാണ്. അതേസമയം ശ്രീകാന്ത് പിന്നീട് കാണിക്കുന്നത് ശ്രീകാന്തിൻ്റെ റെസ്റ്റോറൻറ്റിലാണ് പുള്ളിക്കാരൻ വർഷയ്ക്ക് വേണ്ടിയിട്ട് ഓരോരോ പുതിയ പുതിയ സംഭവങ്ങളൊക്കെ കൊണ്ടുവന്ന് ടേബിളിൻ്റെ പുറത്ത് നിരത്തുകയാണ്. അപ്പോൾ കൂട്ടുകാരൻ ചോദിക്കുകയാണ്, അവിടെ വർക്ക് ചെയ്യുന്നൊരു ഷെഫ് ചോദിക്കുകയാണ്, ഇന്ന് നിൻ്റെ ആൾ വരുന്നതായിരിക്കും അല്ലേടാ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, ആളോ ആര്? നീ ഒന്നും അറിയില്ല, തൻ്റെ കൂടെ എന്നും ഇവിടെ വരുന്ന ആ പെണ്ണില്ലേ, ആ കുട്ടിയുടെ കാര്യം തന്നെയാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ ശ്രീകാന്ത് പറയുകയാണ്, അവൾ എൻ്റെ ഒരു ഫ്രണ്ട് മാത്രമാണ്. പിന്നെ ഫ്രണ്ട്, എടാ അവൾ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ നിൻ്റെ നോട്ടം മുഴുവനും അവളുടെ മുഖത്ത് തന്നെയാണ്, അത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും, അതുകൊണ്ട് നീ കൂടുതൽ ഉരുണ്ട് കളിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഷെഫ് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രീകാന്ത് ഷെഫ് അവിടെ കസേരയിൽ ഇരിക്കുകയാണ്. കാരണം പുതിയതായിട്ട് പുള്ളിക്കാരൻ ഉണ്ടാക്കിയ 2 സെറ്റ് കേക്കും വെച്ചിട്ടാണ് പുള്ളിക്കാരൻ ഇങ്ങനെ ഇരിക്കുന്നത്, വർഷ വരുന്നു പറഞ്ഞതുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ കുറേ നേരം ഇരുന്നിട്ട് നമ്മുടെ വർഷയെ കാണുന്നില്ല. അപ്പോൾ നമ്മുടെ ശ്രീകാന്ത് വർഷയെ കണ്ടുമുട്ടിയത് മുതൽക്കുള്ള കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ്. മാല പൊട്ടിച്ചുകൊണ്ട് പോയപ്പോൾ അത് മേടിച്ച് തിരിച്ചു കൊടുത്തതും, അതുപോലെ ശ്രീകാന്തിന് ഗിഫ്റ്റ് വർഷ അയച്ചു കൊടുത്തതും, അതുപോലെ തന്നെ നമ്മുടെ ശ്രീകാന്തിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ വർഷയ്ക്ക് നല്ല സന്തോഷം തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രീകാന്ത് അവിടെ നിന്ന് ഇങ്ങനെ ഓർത്തെടുക്കുകയാണ്. അപ്പോൾ ആ സമയത്തിനാണ് നമ്മുടെ നമ്മുടെ വർഷയെ കാണാതിരിക്കുകയാണ്. അങ്ങനെ ശ്രീകാന്ത് വർഷയ്ക്ക് ഫോൺ വിളിക്കുകയാണ്. അപ്പോൾ വർഷ പറയുകയാണ്, ശ്രീകാന്ത് ഞാൻ പെട്ടെന്ന് തന്നെ വരാം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ശ്രീകാന്ത് ചോദിക്കുകയാണ് വർഷയോട്, ഇത് ഇത്രയും നേരമായിട്ട് നീ ഇറങ്ങിയില്ലേ വർഷേ, ഇത് എപ്പോഴും എത്തേണ്ട സമയം കഴിഞ്ഞു, ഞാൻ എത്ര മണി മുതൽ നിന്നെ വെയിറ്റ് ചെയ്യുകയാണ് എന്നിങ്ങനെ പറയുമ്പോൾ വർഷ പറയാണ്, ഞാൻ ഇപ്പോൾ ഉടനെ എത്തും എന്നിങ്ങനെ പറയുകയാണ്. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രീകാന്ത് ഇങ്ങനെ നേരെ ഇരിക്കുന്നു. ശ്രീകാന്തിൻ്റെ തൊട്ട് ബാക്കിൽ നിന്നാണ് വർഷ ഫോൺ വിളിക്കുന്നത്. പക്ഷേ ശ്രീകാന്ത് കാണുന്നില്ല വർഷയെ. അങ്ങനെ വർഷ പിന്നിൽ വന്നിട്ട് ശ്രീകാന്തിൻ്റെ കയ്യിലിരുന്ന മൊബൈൽ പിടിച്ചു മേടിക്കുകയാണ്. എന്നിട്ട് അപ്പോൾ ശ്രീകാന്ത് ചോദിക്കണം, നീ എൻ്റെ തൊട്ടടുത്ത് നിന്നിട്ടാണോ ഫോൺ വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ വർഷ പറയണം, അതെ, നിന്നെ ഒന്ന് പറ്റിക്കാമെന്ന് കരുതി എന്നിങ്ങനെ പറയാണ്. ഇരിക്കും, നീ എത്ര സമയമുണ്ട് നിനക്ക് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുകയാണെന്ന് അറിയാമോ? നോക്ക്, പുതിയ ഡിഷാണ്, ഞാൻ ഇന്ന് ഉണ്ടാക്കിയതാണ്, ഒന്ന് കഴിച്ചു നോക്ക്, എന്നിട്ട് അഭിപ്രായം പറ എന്നിങ്ങനെ പറയുകയാണ്. എന്താ ഇതിൻ്റെ പേര്? ഇതൊരു സ്പെഷ്യൽ കേക്കാണ്, ഇത് കപ്പിൾസിന് വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്നതാണ് എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ വർഷ അങ്ങനെ ഒരു സ്പൂണൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വർഷ കേക്ക് കോരി കഴിക്കുകയാണ്. കഴിച്ചിട്ട് പറയണം, ഇത് സൂപ്പറായിട്ടുണ്ട്, പിന്നെ പ്രത്യേകിച്ച് പറയാൻ എന്താണ്, നീ എന്തുണ്ടാക്കിയാലും അതൊക്കെ വെറൈറ്റി അല്ലേ, ഓരോന്നിനും ഓരോ രുചിയാണ്, എല്ലാം അടിപൊളിയാണ്. സത്യം പറഞ്ഞാൽ ഇത് നീ ആരെയെന്നെങ്കിലും ചൂണ്ടുന്നതാണോ, അത് സ്വന്തമായിട്ടുള്ളതൊക്കെ തന്നെയാണോ ഈ കേക്കിൻ്റെ റെസിപ്പീസൊക്കെ? അപ്പോൾ ശ്രീകാന്ത് പറയുന്നത്, ഇതേ വർഷം എൻ്റെ പ്രൊഫഷന് മാത്രം ആക്ഷേപിക്കില്ല കേട്ടോ, ഇതെല്ലാം എൻ്റെ സ്വന്തം കണ്ടുപിടുത്തങ്ങളാണ് എന്നിങ്ങനെ പറയുമ്പോൾ വർഷ പറയണ, അങ്ങനെയാണെങ്കിൽ ഞാനൊരു ആഗ്രഹം പറഞ്ഞോട്ടെ, പക്ഷേ ഞാൻ പറയുന്നതിന് ഒറ്റയടിക്ക് എന്നെ മറുപടി പറയണം, മൂന്നാമതൊന്നും ആലോചിക്കാൻ നിൽക്കരുത്. അപ്പോൾ ശ്രീകാന്ത് പറയണേ, എന്തായാലും നീ പറ. അപ്പോൾ ഉടനെ വർഷ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് നിന്നിട്ട് വർഷ പറയുകയാണ്, നിനക്ക് എൻ്റെ പാർട്ട്ണർ ആവാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശ്രീകാന്ത് പെട്ടെന്ന് അന്തം വിട്ടു പോവുകയാണ്. വർഷയിൽ നിന്നും അങ്ങനെ ഒരു ചോദ്യം നമ്മുടെ ശ്രീകാന്ത് പ്രതീക്ഷിക്കുന്നില്ല. അപ്പം തന്നെ ശ്രീകാന്ത് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ വർഷ പറയണം, ആലോചിക്കാനൊന്നും
സമയമില്ല, പെട്ടെന്ന് തന്നെ പറയണം. അപ്പോൾ ഉടനെ ശ്രീകാന്ത് പറയണം, പെട്ടെന്ന് നീ എൻ്റെ മുഖത്ത് നോക്കി പാർട്ട്ണർ ആവാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചാൽ നമ്മുടെ ശ്രീകാന്ത് അത് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അപ്പം തന്നെ വർഷ തിരുത്തി പറയുകയാണ്, പാർട്ട്ണർ എന്ന് ഉദ്ദേശിച്ചതേ റെസ്റ്റോറൻറ്റിൻ്റെ കാര്യമാണ്. നമുക്ക് 2 പേർ കൂടി ഷെയർ ചേർന്ന് പാർട്ട്ണർഷിപ്പിൽ ഒരു പുതിയ റെസ്റ്റോറൻറ്റ് തുടങ്ങുന്ന കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നിങ്ങനെ പറയുമ്പോൾ ശ്രീകാന്ത് എന്താ പറയുന്നത്, ആകെ ചമ്മി നാറിപ്പാളിസാവുകയാണ്. എന്നിട്ട് ശ്രീകാന്ത് പറയാണ്, ഓ അതിനെക്കുറിച്ചാണെങ്കിൽ അതൊക്കെ ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരില്ലേ, എൻ്റെ കയ്യിൽ അത്രയ്ക്ക് പൈസയൊന്നുമില്ല. പിന്നെ ഇപ്പോൾ അച്ഛന് കിട്ടിയ അച്ഛൻ സർവീസിൽ നിന്ന് വിരമിച്ച പൈസയൊന്നും ഇപ്പോൾ ഇല്ല, അതുകൊണ്ട് തന്നെ പൈസയ്ക്കൊക്കെ നല്ല ടൈറ്റാണ്. അതുകൊണ്ട് കുറച്ച് നാളും കൂടി ഇങ്ങനെ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ വർക്കൊക്കെ ആയിട്ട് പോട്ടെ, അതിന് ശേഷം തുടങ്ങാം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ വർഷ പറയണം, ഏയ് പൈസയുടെ കാര്യത്തിൽ നീ വിഷമിക്കൊന്നും വേണ്ട. കാര്യം എന്താണെന്ന് വെച്ചാൽ പൈസ എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ പാർട്ട്ണർഷിപ്പ് എന്ന് ഞാൻ ഉദ്ദേശിച്ചെങ്കിലും പൈസ വേണമെങ്കിൽ മുഴുവനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനും എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. ശ്രീകാന്ത് എപ്പോഴും റെഡിയാണെന്ന് വെച്ചാൽ എന്നെ ആലോചിച്ചിട്ടൊക്കെ അറിയിച്ചാൽ മതി എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ്, അത് ഇത്രയും കാശ് ഒരുമിച്ചിറക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക്കാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ 1-2 രൂപയുടെ കേസല്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ വർഷ പറയണേ, എനിക്കറിയാം ഒരു നല്ലൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങി അത് വർക്ക് ആരംഭിക്കുന്നത് വരെ എന്തുമാത്രം പൈസ ചിലവുണ്ടെന്നുള്ള കാര്യമൊക്കെ എനിക്ക് ഊഹിക്കാൻ പറ്റും. പക്ഷെ നിന്നെ മുൻനിർത്തിയിട്ട് ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുകയാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അത് ഒരു വർഷത്തിനാകുമ്പോൾ തന്നെ ഇറക്കുന്ന പൈസ പലിശ സഹിതം തിരിച്ചെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് വിശ്വാസമാണ്. കാരണം താൻ അത്രയ്ക്ക് നല്ല ഷെഫാണ് എന്നിങ്ങനെ പറയുകയാണ്. തൻ്റെ കഴിവുകൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് വിനിയോഗിച്ചിട്ട് മറ്റുള്ളവർക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. സ്വന്തമായിട്ടൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പുണ്ട് ഞാൻ വിജയിക്കുന്നുള്ള കാര്യത്തിൽ മാത്രമേ ഞാൻ മുന്നിട്ടിറങ്ങുള്ളൂ. നിനക്ക് വേണ്ടിയിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്താൽ ഒരു വർഷത്തിനാ വെച്ച് ആ മുഴുവൻ പൈസ എനിക്ക് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാണ്. പിന്നെ തൻ്റെ ഏട്ടത്തിയില്ലേ രേവതി ഏട്ടത്തിയെ കൂടി തൻ്റെ എന്താ പറയുന്നത്, താൻ പുതിയതായിട്ട് തുടങ്ങുന്ന റെസ്റ്റോറൻറ്റിൽ കുക്കായിട്ട് വെക്കുകയാണെങ്കിലുണ്ടല്ലോ, നിങ്ങൾ 2 പേരും അവിടുത്തെ ഷെഫ് ആയിരിക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ വരുമാനം ഉണ്ടാവും. രേവതി ഏട്ടത്തിൻ്റെ റെസിപ്പി എല്ലാം പൊളിയല്ലേ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അങ്ങനെ രേവതിയുടെ കാര്യം പറഞ്ഞു വരുമ്പോഴത്തേക്ക് ശ്രീകാന്ത് പറയാണ്, സത്യം പറഞ്ഞാലുണ്ടല്ലോ എനിക്ക് രേവതി ഏട്ടത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് വിഷമം എന്നിങ്ങനെ പറയാണ്. അപ്പോൾ വർഷ ചോദിക്കണേ, എന്താ രേവതി ചേച്ചിക്ക് ഇപ്പോൾ എന്താ പറ്റിയത്, നീ എന്തിനാ രേവതി ചേച്ചിയെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്നത്, എന്താ ചേച്ചിക്ക് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയണേ, വർഷേ അത് മറ്റൊന്നുമല്ല, രേവതി ഏട്ടത്തി ആളൊരു പാവമാണ്. വീട്ടിൽ രേവതി ഏട്ടത്തിക്ക് ശരിക്കും വേണ്ടുന്ന പരിഗണന കിട്ടുന്നില്ല, പ്രത്യേകിച്ച് സച്ചിയേട്ടൻ്റെ ഭാഗത്ത് നിന്ന്. അതെന്താ സച്ചിയേട്ടന് എന്താ പ്രശ്നം, സച്ചിയേട്ടൻ എന്താ സ്ഥിരം പ്രശ്നക്കാരനാണോ? അപ്പോൾ ശ്രീകാന്ത് പറയണേ, ഏട്ടൻ അങ്ങനെ സ്ഥിരം പ്രശ്നക്കാരനൊന്നുമല്ല, ഏട്ടൻ ആളൊരു പാവമാണ്. പക്ഷെ എന്ത് ചെയ്യാം, മുൻകോപമാണ് ഏട്ടൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്നിങ്ങനെ പറയാണ്. അന്ന് തന്നെ രേവതി ചേച്ചി ആ പോലീസ് ഓഫീസറുടെ കാലൊക്കെ പിടിച്ചിട്ടല്ലേ, കാലും കൈയും ഒക്കെ പിടിച്ച് അയാളുടെ ഭാര്യയുടെ കാലും കൈയൊക്കെ പിടിച്ചിട്ടല്ലേ സച്ചിയേട്ടനെ പുറത്തേക്ക് ഇറക്കിയത്. പിന്നെ സച്ചിയേട്ടന് എന്താ പറ്റിയത് എന്നിങ്ങനെ വർഷ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രീകാന്ത് എല്ലാ കാര്യങ്ങളും, അതായത് നമ്മുടെ സച്ചിയുടെ വണ്ടിയിൽ, അതായത് മഹേഷ് കൊണ്ടുപോകുമ്പോൾ കഞ്ചാവ് വെച്ചതും രേവതിയും നമ്മുടെ ശ്രീകാന്തും അത് അന്വേഷിക്കാനായിട്ട് ഇറങ്ങിയതും CCTV ഫുട്ടേജ് കിട്ടുന്നത്, പിന്നെ പോലീസ് സ്റ്റേഷനിൽ സച്ചിയെ കൊണ്ടുപോകുമ്പോൾ ആ സമയത്ത് പോലീസിനെ അവിടെ വെച്ച് നമ്മുടെ സച്ചി കൈവയ്ക്കുന്നത്, സച്ചിയുടെ വണ്ടി പോലീസുകാർ കേടാക്കുന്നത്, അത് 2 ലക്ഷം രൂപയ്ക്ക് ബാങ്കിലല്ല 2 ലക്ഷം രൂപയ്ക്ക് വർക്ക്ഷോപ്പിൽ പണിക്ക് കയറ്റുന്നത്, പിന്നെ അതിനെ തുടർന്നുണ്ടായ സച്ചി രേവതി ഉണ്ടായിട്ടുള്ള ഭൂകമ്പങ്ങൾ, പിന്നെ രേവതിയുടെ തലമണ്ടയ്ക്ക് കുടമെടുത്തിട്ട് അടിക്കാനായിട്ട് സച്ചി മുതിർന്നത്, അതുവരെയുള്ള എല്ലാ കാര്യങ്ങളും, തലേ ദിവസം അവിടെ നടന്ന പ്രശ്നങ്ങൾ വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ വർഷയോട് തുറന്നു പറയുകയാണ് ശ്രീകാന്ത്. ഇതെല്ലാം കേട്ടിരുന്നിട്ട് നമ്മുടെ വർഷ പറയുകയാണ്, ഇങ്ങനെ നീ പറയുന്നത് കേട്ടിട്ട് ഇവർക്കിടയിലുള്ള പ്രശ്നം കുറച്ച് വലുതാണെന്ന് തന്നെയാണ് തോന്നുന്നത്, പക്ഷേ ഈ പ്രശ്നത്തിന് നമുക്ക് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. അപ്പോൾ ശ്രീകാന്ത് ചോദിക്കണം, അതെങ്ങനെ പറ്റാനാണ്? അപ്പോൾ ഉടനെ വർഷ പറയണേ, എൻ്റെ ശ്രീകാന്തേ, നിൻ്റെ കയ്യിൽ തന്നെ ഇല്ലേ അതിനുള്ള മരുന്ന്, എൻ്റെ കയ്യിലോ? അവർക്ക് 2 പേർക്കും ഇടയിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ശരിക്കും അവർ 2 പേരും 2 ധ്രുവങ്ങളിലുള്ളവരായിരുന്നു. അവരൊട്ടും പ്രതീക്ഷിക്കാതിരുന്ന സമയത്താണ് 2 പേരും ഒരുമിച്ച് ജീവിതം ആരംഭിച്ചത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ പൊരുത്തക്കേടുകൾ അവരുടെ മുന്നിലുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ അണ്ടർസ്റ്റാൻഡ് ഇല്ലായ്മ, 2 പേർക്കും പരസ്പരം മനസ്സിലാക്കാനായിട്ട് 2 പേരും ശ്രമിക്കുന്നില്ല. അതാണ് അവർക്കിടയിലുള്ള ഏറ്റവും വലിയ പ്രശ്നം. അതിന് ഒരു പരിഹാരം എന്ന് പറയാനേ, നീ ഒരു കാര്യം ചെയ്യും, നിൻ്റെ ഈ റെസ്റ്റോറൻറ്റിലെ 2 പേരെയും ഒരു പാർട്ടി
ഒരു പാർട്ടിക്ക് വിളിക്കുക എന്നിങ്ങനെ പറയണേ. 2 പേർക്കും വേണ്ടിയിട്ട് ഒരു പാർട്ടി നീ സെറ്റാക്കി വെച്ചിട്ട് അവരെ വിളിക്കുക. ഈ പാർട്ടി എന്ന് പറഞ്ഞാലുണ്ടല്ലോ, അവർ 2 പേർക്കും മനസ്സ് തുറന്ന് സംസാരിക്കാനും അവരുടെ പ്രശ്നങ്ങൾ പരസ്പരം പറഞ്ഞു തീർക്കാനുമുള്ള ആ ഒരു സംഭവമാണ് നമ്മുടെ വർഷ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ശ്രീകാന്ത് പറയാണ്, ഈ ഒരു ഐഡിയ എനിക്ക് നേരത്തെ തോന്നിയില്ലല്ലോ വർഷേ. നീ പറഞ്ഞു തന്ന ഈ ഐഡിയ ഉണ്ടല്ലോ, വർക്കൗട്ട് ആവുമോ? അപ്പോൾ വർഷ പറയണേ, തീർച്ചയായും വർക്കൗട്ട് ആവും, നീ ഒന്ന് അവരെ 2 പേരെയും വിളിക്ക് എന്നിങ്ങനെ പറയണം. അപ്പോൾ ശ്രീകാന്ത് പറയണേ, അത് ഞാൻ എന്തായാലും ചെയ്തേക്കാം. എന്തായാലും ഇനി ആ ഒരു കാര്യം കൂടി ചെയ്തിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. എങ്ങനെയാണെങ്കിലും ഏട്ടൻ്റെയും ഏട്ടത്തിയുടെയും ആ ഒരു പിണക്കവും ഒക്കെ ഒന്ന് മാറ്റിയെടുക്കണം എന്നിങ്ങനെ പറയുകയാണ്. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സച്ചിയാണ്. സച്ചി കാറ് കഴുകിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ മഹേഷ് ചോദിക്കുകയാണ്, എടാ ഇന്ന് ഹോട്ടലിൽ കൊണ്ടുപോയിട്ട ഒരു പെണ്ണിൻ്റെയും തള്ളയും നീ ഹോട്ടലിൽ കൊണ്ടുപോയിട്ടില്ലേ? എന്നിട്ട് നീ എന്താ ആ പെണ്ണിൻ്റെന്ന് പൈസ മേടിക്കാഞ്ഞത്? നീ എന്താ ധർമ്മത്തിനാണോ ഓടുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ സച്ചി പറയാണ്, അത് ശരിയാടാ നീ പറഞ്ഞത്, ഞാൻ പൈസ മേടിച്ചില്ല എന്ന് പറയുന്നത് സത്യം തന്നെയാണ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ എനിക്ക് മേടിക്കാൻ തോന്നിയില്ല. കാരണം ആ പെണ്ണിൻ്റെയും ആ അമ്മച്ചിയുടെയും ഒക്കെ ആ ഒരു രീതിയൊക്കെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി അവർക്ക് പൈസയുടെ കാര്യത്തിൽ നല്ല ബുദ്ധിമുട്ടുണ്ട്. അവരുടെ കയ്യിൽ പൈസയൊന്നും ഉണ്ടാവില്ലെന്നുള്ള കാര്യം എനിക്കറിയായിരുന്നു. പിന്നീട് പൈസ ചോദിച്ചിരുന്നെങ്കിൽ അവർ ഉറപ്പായിട്ടും തരുമായിരുന്നു. കാരണം പൈസ തരാമെന്നുള്ളത് കൊണ്ടാണല്ലോ അവർ വണ്ടി വിളിക്കുന്നത്. പക്ഷേ ഞാനത് ചോദിക്കാത്തതും മേടിക്കാത്തതും തന്നെയാണ്. കാരണം അവരുടെ കയ്യിൽ പൈസയില്ല, പിന്നെ അവർ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി. അപ്പോൾ ഉടനെ മഹേഷ് പറയണേ, എടാ നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ നീ ഒരിടത്തും എത്തില്ല. നീ തന്നെ ഏതു നേരവും കിടന്ന് ബഹളം വയ്ക്കുകയല്ലേ ചെയ്യുന്നത്. വണ്ടിയുടെ ഡ്യൂ അടച്ചില്ല, പലിശ കൊടുത്തില്ല, വാടക കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ കിട്ടുന്ന ഒന്നാതിപ്പോൾ ഓട്ടോ ഇല്ല. കാരണം ഇപ്പോൾ മുക്കിന് എല്ലാവർക്കും വണ്ടിയുണ്ട്. അവരവരുടെ വീട്ടിൽ തന്നെ 2-3 കാറൊക്കെ ഉണ്ട്. അതുകൊണ്ടിപ്പം ഓട്ടമേ നമ്മളെപ്പോലുള്ള ടാക്സിക്കാർക്ക് കിട്ടാറില്ല. അപ്പോൾ കിട്ടുന്ന പൈസയും കൂടി നീ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നീ എന്ത് ചെയ്യോടാ? ആകെ ആ പറയുന്ന പലിശക്കാരൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വെറും 4 ദിവസത്തെ അവധിയാണ് നീ പറഞ്ഞിരിക്കുന്നത്. ഈ 4 ദിവസത്തിനെ വെച്ച് നീ എങ്ങനെ പൈസ കൊടുക്കാനാണ് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ സച്ചി പറയണം, ഒരു 2-3 ദിവസം ഡേയും നൈറ്റും കൂടെയൊക്കെ കിടന്ന് ഓടണം. രാത്രിയിൽ വീട്ടിൽ വരാതെ റോഡിൽ തന്നെ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ രാത്രിയിലുള്ള ഓട്ടങ്ങളൊക്കെ കിട്ടും. അങ്ങനെ ഒരു 4 ദിവസത്തിനെ വെച്ച് അയാൾക്ക് കൊടുക്കാനുള്ള പൈസയൊക്കെ ഒപ്പിക്കാൻ പറ്റും എന്നിങ്ങനെ സച്ചി പറയുകയാണ്. എന്നിട്ട് സച്ചി പറയണേ, എല്ലാത്തിനും കാരണം ആ രേവതിയാണ്. രേവതി കാരണമാണ് എൻ്റെ വണ്ടി വർക്ക്ഷോപ്പിലായത്. ഇപ്പം സത്യം പറഞ്ഞാലുണ്ടല്ലോ മഹേഷേ, എൻ്റെ കയ്യിൽ ഈ വാടക കാറാണ് ഉള്ളത്. അത് ഓടുന്നതിലുള്ള പൈസ കുറേ അയ്യാൾക്ക് കൊടുക്കണം. പിന്നെ ഇതെല്ലാം ചെയ്തതിൻ്റെ ബാക്കി വീട്ടു ചിലവും കാര്യങ്ങളും ചപ്പും ചിപ്പും അത്രയുണ്ട്. അതിൻ്റെ ബാക്കി എന്താ എൻ്റെ കയ്യിൽ കിട്ടുന്നത്? അന്ന് രേവതി ആ കാര്യം എന്നോട് തുറന്നു പറഞ്ഞിരുന്നെങ്കിലുണ്ടല്ലോ ഒരിക്കലും എൻ്റെ വണ്ടി ഇങ്ങനെ വർക്ക്ഷോപ്പിലാവില്ലായിരുന്നു. എങ്കിൽ എനിക്ക് പൈസയ്ക്ക് ഇങ്ങനെ ടൈറ്റ് ആവുകയില്ലായിരുന്നു. ഇത്രയും ദുരന്തം ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടേ ഇല്ല. സത്യം പറഞ്ഞാലുണ്ടല്ലോ ഏത് നേരത്താ എന്തോ എനിക്ക് ആ സുധിയുടെ കല്യാണത്തിൽ പങ്കെടുക്കാൻ തോന്നിയത് എന്നിങ്ങനെ സച്ചി പറയുകയാണ്. അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ എന്താ പറയുന്നത് മഹേഷ് പറയണം, എടാ സച്ചി നീ ഒന്ന് നിർത്ത് നിന്റെ ഈ വർത്താനം. നീ എന്ത് പറഞ്ഞാലും ഒടുവിൽ രേവതിയുടെ മണ്ടയിലാണല്ലോ കൊണ്ടിടുന്നത്. എടാ നിന്റെ ഏട്ടന് രേവതിയെ കല്യാണം കഴിക്കാൻ പറ്റാഞ്ഞതേ അയാളുടെ ദൗർഭാഗ്യമാണ്. ശരിക്കും രേവതിയെ പോലെ ഒരു പെൺകുട്ടിയെ നിന്റെ ഭാര്യയായിട്ട് കിട്ടിയതുണ്ടല്ലോ നിന്റെ ഭാഗ്യമാണ്. എടാ നീ ആ ഭാഗ്യത്തെക്കുറിച്ചാണ് എപ്പോഴും ഇങ്ങനെ അപമാനിച്ചുകൊണ്ടിരിക്കുന്നത്. നീ ആ വണ്ടി രേവതി ആ സംഭവം പറഞ്ഞിരുന്നെങ്കിൽ പോലും നിന്റെ വണ്ടി കേടായിട്ട് മാത്രമേ കിട്ടത്തുള്ളായിരുന്നു. കാരണം നീ ആ SIയെ കൈവച്ചത് കൊണ്ടാണ് അവർ വണ്ടി കേടാക്കിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വരികയാണ്, പാഞ്ഞു വരികയാണ്. അങ്ങനെ ശ്രീകാന്ത് വരുമ്പോഴത്തേക്ക് ശ്രീകാന്ത് വന്നിട്ട് പറയണം, സച്ചിയേട്ടാ എന്താ പരിപാടി, വണ്ടിയോട്ടമൊന്നും ഇല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഓട്ടോ ഒക്കെ കണക്ക് തന്നെടാ, വണ്ടി ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു എന്നിങ്ങനെ പറയുമ്പോൾ ശ്രീകാന്ത് പറയണ, ഏട്ടൻ ഇങ്ങോട്ട് വന്നേ, എനിക്ക് ഏട്ടനോടൊരു കാര്യം പറയാനുണ്ട്. എന്താണ് കാര്യം? ഏട്ടൻ വാ എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് വിളിക്കുകയാണ്. എന്നിട്ട് ശ്രീകാന്ത് പറയണ വിളിച്ചങ്ങോട്ട് മാറ്റി നിർത്തുമ്പോഴത്തേക്ക് സച്ചി ചോദിക്കണേ, എടാ നിനക്ക് ചായ വല്ലതും വേണോ? ഞാൻ മേടിച്ചുകൊണ്ട് തരാം. എനിക്ക് ചായ വേണ്ട ഏട്ടാ, ഞാൻ റെസ്റ്റോറൻറ്റിൽ വെച്ച് ഒരു ചായ കുടിച്ചതേ ഉള്ളൂ. പിന്നെ ഏട്ടന് വേണമെന്നുണ്ടെങ്കിൽ ഏട്ടൻ കുടിച്ചിട്ട് വാ, ഞാൻ കൂടെ വരാം കമ്പനിക്ക് എന്നിങ്ങനെ പറയുമ്പോൾ സച്ചി പറയണേ, എനിക്ക് ചായയൊന്നും വേണ്ടടാ എന്നിങ്ങനെ പറയാണ്. എന്താ നീ ഇപ്പം ഇങ്ങോട്ട് വന്നത്? നീ വെറുതെ ഇങ്ങോട്ട് വരില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ശ്രീകാന്ത് പറയണേ, ഏട്ടാ ഞാൻ ഏട്ടൻ്റെ ഒരു കാര്യത്തിനാണ് വന്നത്. എന്താ കാര്യം എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് ശ്രീകാന്ത് പറയുകയാണ്, അല്ല ഏട്ടാ എനിക്ക് പറയാനുള്ളതേ എന്നിങ്ങനെ പറയുമ്പോൾ തന്നെ തുടക്കത്തിൽ തന്നെ സച്ചി പറയണം, നീ പറയാനുള്ളത് അവിടെ നിൽക്കട്ടെ, അതിന് മുമ്പായിട്ടേ എനിക്ക് നിനക്ക് നല്ലൊരു ഉപദേശം തരാനുണ്ട്. കുറേ ദിവസം കൊണ്ട് ഞാൻ വിചാരിക്കുക നിനക്കൊരു ഉപദേശം തരണമെന്ന്, എന്നിട്ട് പറ്റിയിട്ടില്ല. ഇപ്പം തന്നെ കൈ ഉടനെ അങ്ങ് തന്നേക്കാം. എന്താ ഏട്ടാ അത്?
എടാ നീ ഉണ്ടല്ലോ, നിന്റെ ഈ ഒരു ആയുസിൽ നീ ഒരു വിവാഹം കഴിക്കാനേ പാടില്ല. വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ നിന്റെ ജീവിതം കട്ടപ്പോക, നീ പെട്ടു. അതുകൊണ്ട് വിവാഹം കഴിക്കാതെ ജീവിക്കണം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയണേ, എന്താ ഏട്ടാ ഇത്, എനിക്ക് കേൾക്കണ്ട ഏട്ടൻ്റെ ഈ ഉപദേശം, എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? അപ്പോൾ ഉടനെ രേവതി പറയണേ, എടാ എൻ്റെ അവസ്ഥ തന്നെ നീ നോക്ക്. രേവതി എൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷം ഉണ്ടല്ലോ, ഞാൻ ആകെ പെട്ട് കിടക്കുകയാണ്. എനിക്ക് കടം, വാടക, വണ്ടിയുടെ ഡ്യൂ അടയ്ക്കാൻ പറ്റുന്നില്ല, വീട്ടു ചെലവിന് പറ്റുന്നില്ല, ഞാൻ ആകെ പെട്ടുപോയി. അപ്പോൾ ഉടനെ ശ്രീകാന്തിന് ദേഷ്യം വരികയാണ്. ഏട്ടാ നിർത്ത്, ഏട്ടൻ്റെ ഈ വർത്തമാനം ഏട്ടൻ ഇനി എൻ്റെ കൂടെ പറയരുത്. ഏട്ടൻ എപ്പോഴും പറയുന്നത് ഇങ്ങനെ ഏട്ടത്തിയാണല്ലോ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. സത്യത്തിലുണ്ടല്ലോ അവർ ഏട്ടൻ്റെ ജീവിതത്തിലേക്ക് വന്നിട്ട് ഏട്ടന് നല്ലത് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. ഏട്ടൻ അത് മനസ്സിലാക്കാൻ പറ്റാത്തതേ ഏട്ടൻ്റെ വിവരദോഷം കൊണ്ടാണ് എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ഉടനെ ശ്രീകാന്തിനോട് സച്ചി പറയണേ, എടാ നിർത്ത്, നീ എപ്പോഴും എന്തിനാ അവളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്? അവൾ കാരണമല്ലേ, അവൾ അന്ന് ആ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ എൻ്റെ വണ്ടി ഇതുപോലെ എവിടെയെങ്കിലും ഇങ്ങനെ വർക്ക്ഷോപ്പിൽ ഇതുപോലെ കിടക്കേണ്ട അവസ്ഥ വരില്ലായിരുന്നു. അപ്പം തന്നെ ശ്രീകാന്ത് പറയണേ, അത് ഏട്ടൻ്റെ വെറും തോന്നലാണ്. ഏട്ടാ സത്യം പറഞ്ഞാലുണ്ടല്ലോ, ആ ഗജാനന്ദൻ്റെ വണ്ടിയിൽ കഞ്ചാവ് കടത്തിയതിനൊന്നും അല്ല ഏട്ടൻ്റെ വണ്ടി പോലീസുകാർ കേടാക്കിയത്. ഏട്ടൻ SIയെ കൈവച്ചത് കൊണ്ടാണ്. അത് ഇപ്പോൾ വണ്ടിയിൽ കഞ്ചാവ് കടത്തിയത് അവന്മാരാണെന്നുള്ള CCTV ഫൂട്ടേജ് കൊണ്ട് കൊടുത്താൽ പോലും ഏട്ടൻ്റെ വണ്ടി നശിപ്പിച്ചേ അവർ തരുള്ളൂ. കാരണം അതിനു മുമ്പേ ഏട്ടൻ SIയെ കൈവച്ച് കഴിഞ്ഞിരുന്നു. അതുകൊണ്ടേ ആ ഒരു കുറ്റം ഏട്ടത്തിയുടെ തലയിലിടണ്ട. പിന്നീട് അത് ഏട്ടത്തി ഒളിച്ചു വെച്ചത്, അത് ഭർത്താവിനോട് സ്നേഹമുള്ള ഏതൊരു ഭാര്യയും അങ്ങനെ മാത്രമേ ചിന്തിക്കത്തുള്ളൂ. കാരണം തൻ്റെ ഭർത്താവ് എപ്പോഴും തനിക്കൊപ്പം ഉണ്ടാവണം, മറ്റൊരു ആപത്തിൽ ചെന്ന് ചാടരുത്, പോലീസ് സ്റ്റേഷനിൽ കിടക്കരുത്, ജയിലിൽ കിടക്കരുത്, അങ്ങനെയൊക്കെയുള്ള ആ ഒരു ചിന്ത ഏട്ടത്തിയുടെ മനസ്സിലുള്ളത് കൊണ്ട് മാത്രമാണ് ഏട്ടത്തി അങ്ങനെ ചെയ്തത്. അതുകൊണ്ട് ഏട്ടത്തിയെ വെറുതെ കുറ്റപ്പെടുത്താനായിട്ട് ഏട്ടൻ നിൽക്കേണ്ട എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ സച്ചി പറയണേ, എടാ നീ എന്ത് പറഞ്ഞാലും നീ അവൾക്ക് സപ്പോർട്ടാണല്ലോ. ഏട്ട ഒരു കാര്യം മനസ്സിലാക്കണം, അന്ന് CCTV ഫുട്ടേജ് കാണുന്ന സമയത്ത് ഗജാനന്ദനാണ് ഇത് ചെയ്തത്, അല്ലെങ്കിൽ ഗജാനന്ദൻ്റെ ആളുകളാണ് ഇത് ചെയ്തതെന്നുള്ള കാര്യം ഏട്ടത്തിക്ക് മാത്രമായിരുന്നില്ലല്ലോ, എനിക്കും അറിയായിരുന്നല്ലോ. എന്നിട്ട് എന്താ ഏട്ടൻ എന്നെ കുറ്റപ്പെടുത്താത്തത്? ഞാൻ കാരണമാണ് എല്ലാം സംഭവിച്ചതെന്ന് ഏട്ടൻ എന്താ ആവർത്തിച്ച് പറയാത്തത്? അപ്പോൾ ഏട്ടൻ എന്നെ പറയാൻ തോന്നുന്നില്ലല്ലോ, ഏട്ടത്തിയെ പറയാൻ തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഏട്ടൻ നമ്മുടെ അമ്മയെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? അമ്മയുടെ സ്വഭാവത്തെ പറ്റി ഏട്ടൻ ചിന്തിച്ചിട്ടുണ്ടോ? ഏട്ടൻ രാവിലെ വീട്ടിൽ നിന്നും പോയി കഴിഞ്ഞാൽ ഇരുട്ടുന്നത് വരെ, ഏട്ടൻ തിരിച്ച് വീട്ടിലെത്തുന്നത് വരെ അമ്മ ഏട്ടത്തിയെ ദ്രോഹിച്ചുകൊണ്ടേയിരിക്കും. വായി തോന്നുന്നത് അത്രയും പറഞ്ഞുകൊണ്ടിരിക്കും. പാവ ഏട്ടത്തി എപ്പോഴും കരഞ്ഞു നടക്കും. പക്ഷേ ഒരക്ഷരമെങ്കിലും ഏട്ടൻ വരുമ്പോഴത്തേക്ക് പരാതി പറഞ്ഞിട്ടുണ്ടോ? ഇതുവരെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മറുത്തൊരു വാക്ക് അമ്മയോട് പോലും പറയില്ല. അത് കാരണം അമ്മ എന്തെല്ലാമാണ് പറയുന്നതെന്നറിയാമോ? ശരിക്കും നമുക്ക് കേട്ട് നിൽക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് അമ്മ ഏട്ടത്തിയെ പറഞ്ഞു കൂട്ടുന്നത്. പക്ഷേ അതെന്തുകൊണ്ടാണെന്നറിയാമോ? ഏട്ടൻ്റെ ഒരു സപ്പോർട്ടും ഏട്ടത്തിക്കില്ല. ഏട്ടത്തി ശരിക്കും അവിടെ ഒറ്റപ്പെട്ടാണ് അവിടെ ജീവിക്കുന്നത്. ശരിക്കും ഏട്ടൻ ഇന്നലെ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത്? ആ വീട്ടിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട്, പോരെങ്കിൽ പുതിയതായിട്ട് വന്ന ഒരു ഏട്ടത്തിയുടെ കൂടി, അന്യ വീട്ടിൽ നിന്ന് പുതിയതായിട്ട് വന്ന ഒരു പെൺകുട്ടിയുടെ മുന്നിൽ കൂടി വെച്ചിട്ട് ഏട്ടത്തി എന്തുമാത്രം അപമാനിച്ചു. പാവം അവർ എത്രമാത്രം ഇൻസൾട്ട് ആയിട്ടുണ്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച്. ഒന്നും പ്രതികരിക്കാൻ പറ്റാതെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തല കുനിച്ച് ഏട്ടത്തി നിന്നില്ലേ ഏട്ടൻ കാരണം? അത് ശരിയാണെന്ന് ഏട്ടന് തോന്നുന്നു? അഭിമാനം ഏട്ടന് മാത്രമല്ല എല്ലാവർക്കും ഉണ്ട് എന്നിങ്ങനെ പറഞ്ഞിട്ട് നന്നായിട്ട് ശ്രീകാന്ത് നമ്മുടെ സച്ചിയെ അലക്കി വെളുപ്പിക്കുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് സച്ചി ഇങ്ങനെ കുറേ നേരം നിന്നിട്ട് പറയണേ, അമ്മ പറയുന്നത് പോലെയൊന്നും ഞാൻ രേവതിയെ പറയത്തില്ലടാ. പക്ഷേ ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് അവളോട് ദേഷ്യം ഉണ്ടായിരുന്നു. അവൾ അത് പറയാഞ്ഞിട്ടാണ് ഇത് സംഭവിച്ചതെന്നുള്ളൊരു ചിന്ത കൊണ്ടിട്ട്. അപ്പോഴാണ് ശ്രീകാന്ത് പറയുന്നത്, ആ ചിന്ത വേണം ഏട്ടൻ മനസ്സിൽ നിന്ന് എടുത്ത് കളയാനായിട്ട്. അപ്പോൾ എന്താ പറയുന്നത്, അപ്പോൾ നമ്മുടെ സച്ചി പറയുകയാണ്, ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ തലയ്ക്ക് മീതെ കടം വന്നപ്പോൾ ആകെപ്പാടെ ടെൻഷനും, പിന്നീട് എന്നെ ശരിക്കും പറയുകയാണെങ്കിൽ ആ പലിശക്കാരൻ ഒരുപാട് ആക്ഷേപം പറഞ്ഞു, അപമാനിച്ചു, പട്ടി കുരയ്ക്ക് നടക്കു കുരച്ചു വരെ കാണിച്ചു. അതിൻ്റെയൊക്കെ ഒരു ഫ്രസ്ട്രേഷൻ തീർക്കാനായിട്ടാണ് മദ്യപിച്ചത്. അത് ശരിക്കും പറയുകയാണെങ്കിൽ രേവതിയുടെ മുന്നിൽ വന്നപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയി. ആ ടെൻഷനും വിഷമവും ദേഷ്യവും എല്ലാം കൂടി അവളിലേക്ക് അങ്ങ് പറയുകയായിരുന്നു. എനിക്ക് മറ്റൊരു നിവൃത്തി ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ആ ഒരു വിഷമം നീ പറഞ്ഞപ്പോഴാണ് എനിക്ക് ശരിക്കും ഞാൻ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ എന്താണ് ചെയ്യുന്നത്? പറഞ്ഞതൊക്കെ പറഞ്ഞു പോയില്ലേ, ഇനിയിപ്പോൾ എനിക്കതൊന്നും തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ശ്രീകാന്ത് പറയണേ, എൻ്റെ ഈ ഒരു പ്രശ്നം ഞാൻ സോൾവ് ആക്കി തരാം. ഏട്ടനും ഏട്ടത്തിക്കും വേണ്ടിയിട്ട് ഞാൻ എൻ്റെ റെസ്റ്റോറൻറ്റിൽ ഒരു പാർട്ടി വെച്ചിട്ടുണ്ട്, ഏട്ടത്തിയെ കൂട്ടി വരണം. അപ്പോൾ ഉടനെ സച്ചി പറയണേ, ഇല്ല എനിക്ക് ജോലിയുണ്ട്, എനിക്ക് വണ്ടി ഓടിച്ചാലേ എൻ്റെ കയ്യിൽ 10 പൈസ കിട്ടുള്ളൂ. ആ വണ്ടി ഓടിപ്പൊക്കെ ഉണ്ടല്ലോ, പാർട്ടിയിൽ പങ്കെടുത്തിട്ട് തിരിച്ച് വന്നതിന് ശേഷം ഏട്ടൻ ആ ഒരു ഇതൊക്കെ ചെയ്താൽ മതി. അതിന് ശേഷം ഏട്ടൻ്റെ കടം തീർക്കാവുന്നതിന് ഏട്ടൻ തീർത്താൽ മതി. എന്തായാലും ഞാൻ അവിടെ ഒരു പാർട്ടി റെഡിയാക്കി
റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ഏട്ടൻ വൈകിട്ട് ഏട്ടത്തെയും കൂട്ടി വരണം എന്നിങ്ങനെ പറയുമ്പോൾ സച്ചി പറയണേ ഏയ് ഇല്ല ഞാൻ വരില്ല എന്നിങ്ങനെ പറയുമ്പോൾ ശ്രീകാന്ത് പറയണേ ഏട്ടൻ വന്നില്ലെങ്കിലുണ്ടല്ലോ ഇനി ഞാൻ ഈ ജന്മ ഏട്ടനോട് മിണ്ടത്തില്ല, ഏട്ടൻ്റെ മുഖത്തും നോക്കത്തില്ല എന്നിങ്ങനെ പറയാണ്. അപ്പോൾ സച്ചി ഉടനെ പറഞ്ഞു അല്ലെങ്കിൽ നീ കുട്ടിക്കാലം മുതൽക്കേ ഇങ്ങനെ തന്നെയാണല്ലോ, നീ ഇങ്ങനെയൊക്കെ പറഞ്ഞാണല്ലോ നീ എന്നെ വശത്താക്കുന്നത്, വന്നേക്കാം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ ശ്രീകാന്ത് വന്നിട്ട് നമ്മുടെ സച്ചിയെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തിട്ട് പറയാണ് നല്ല ഏട്ടൻ എന്നും പറഞ്ഞിട്ട് ശ്രീകാന്ത് അപ്പോൾ വൈകിട്ട് പാർട്ടിക്ക് കാണാമെന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് പോവുകയാണ്, ശ്രീകാന്തിൻ്റെ ബൈക്കിൽ കയറിയിട്ട് പോവുകയാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ സച്ചി ഇങ്ങനെ ശ്രീകാന്ത് പോകുന്നത് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. അതോടുകൂടി എപ്പിസോഡ് തീരുകയാണ്. എന്തായാലും നല്ലൊരു അടിപൊളി എപ്പിസോഡായിരുന്നു എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. അത് മാത്രമല്ല നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ ചന്ദ്രമതിയുടെ ഈ ഒരു പ്രവൃത്തി കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ചന്ദ്രമതി ഈ കോഫി വാങ്ങിച്ചിട്ട് കപ്പോട് കൂടി വലിച്ചെറിഞ്ഞു, രേവതി ആ ചില്ലയ്ക്ക് വാരിക്കൊണ്ട് കളഞ്ഞു, അങ്ങനെയാണല്ലോ അവിടെ ഉണ്ടായത്. അതേസമയം നിങ്ങളുടെയൊക്കെ വീട്ടിലാണ് ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? ആ ഉടഞ്ഞ ചില്ലുകളൊക്കെ വാരിക്കൊണ്ട് പോകുമോ? എങ്ങനെയായിരിക്കും നിങ്ങളുടെയൊക്കെ ലൈഫിൽ ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂവും പ്രൊമോ വീഡിയോയുമായിട്ടൊക്കെ വരാം. അതുവരെ എല്ലാവർക്കും ബൈ.